നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂത്തവർ ചൊല്ലും വാക്കും മുതുനെല്ലിക്കയും ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. ഈ പഴമൊഴി കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇതിൽ പരാമർശിക്കുന്ന നെല്ലിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഔഷധ സസ്യം. ആയുർവേദത്തിൽ എല്ലായിടത്തും ധാരാളമായി ഉപയോഗിക്കുന്ന ത്രിഫലയിലെ ഒരു അംഗമാണ് നെല്ലി. യൂഫോർബിയേസിയെ കുടുംബത്തിൽപ്പെടുന്ന നെല്ലിയുടെ ശാസ്ത്രീയ നാമം എംബ്ലിക്ക ഒഫിഷ്യനാലിസ് എന്നാണ്. ഇടത്തരം മരമായി വളരുന്ന ഈ ഔഷധ സസ്യം ഇലപൊഴിയുന്ന വനങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലും ധാരാളമായി കണ്ടുവരുന്നു. ചെറിയ ഇലകളാണ് ഈ സസ്യത്തിൻ്റെ. ഇത് വളരെ അടുത്തടുത്തായി ക്രമീകരിച്ചിരിക്കുന്നു. ആൺപൂവും പെൺപൂവും ഒരേ വൃക്ഷത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്. വൈറ്റമിൻ സിയുടെ സമൃദ്ധമായ ഉറവിടമാണ് നെല്ലിക്ക. ഇതുകൂടാതെ വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഇരുമ്പിൻ്റെ അംശം, കാൽഷ്യം എന്നിവയെല്ലാം ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വാതപിത്ത കഫദോഷങ്ങളെ ഒരേപോലെ ശമിപ്പിക്കുന്നു എന്നതിനാൽ തന്നെ നിരവധിയായ ഔഷധ ഗുണങ്ങൾ ഈ സസ്യത്തിനുണ്ട്. നെല്ലിക്കയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ആധികാരികമായി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. നെല്ലിക്ക എന്ന് പറഞ്ഞില്ലേ, ഒരു പ്രോവർബ്, മൂത്തോർ ചൊല്ലും പുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അതായത് ഈ നെല്ലിക്ക കഴിച്ച് കഴിഞ്ഞാൽ ആദ്യം ചവർപ്പ് രസം ഉണ്ടാവുക, അതിൻ്റെ അനുരസമായിട്ടാണ് ഈ മധുര രസം ഉണ്ടാവുക. ഇതൊരു രസായന ഔഷധമാണ്. ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ രസായനമാണ് ഇതിൻ്റെ ഗുണം. അതായത് ധാതുക്കളെ പുഷ്ടിപ്പെടുത്തി ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും പുനർജീവീകരിച്ച് യുവത്വം നിലനിർത്തുന്ന, ഇപ്പോൾ ഈ ജരാനരകൾ ഇല്ലാണ്ടാക്കാൻ ഏറ്റവും യുക്തമായൊരു ഔഷധമാണ് നെല്ലിക്ക. ഇപ്പോൾ നമ്മൾ ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ ദിവസേന ഒരു 4 നെല്ലിക്ക, അത് നെല്ലിക്ക ഈ ശർക്കരയിലോ പഞ്ചസാരയിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല സോഫ്റ്റായിട്ട് മാറും. അങ്ങനെ ആ ഒരു നെല്ലിക്ക സത്ത് എന്ന് പറയും, അത് ദിവസേന കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ ഈ നെല്ലിക്ക പൊടിച്ച് തേനോ നെയ്യോ ചേർത്ത് കഴിച്ചാൽ പ്രായം ആവുന്നത് അറിയേയില്ല. എപ്പോഴും തൊലിയൊക്കെ നല്ല സ്മൂത്തായിട്ട് ചെറുപ്പക്കാരെ പോലെ ഇരിക്കാം, തല നരക്കില്ല, നല്ല യൗവനം കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കണ്ണിന് അതുപോലെ തന്നെ ത്രിഫലാചൂർണം, ത്രിഫലാദി ചേർത്ത് അത്യധികമായ ഔഷധം ആക്കുന്നത്. ചവനപ്രാശം ത്രിഫല കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ത്രിഫലാചൂർണം തേൻ ചേർത്ത് ഡെയിലി രാത്രി ഓരോ ടീസ്പൂൺ കഴിച്ചാൽ ഒരിക്കലും കണ്ണട വെക്കേണ്ടി വരില്ല എന്ന് പറയാം. കണ്ണിന് അത്ര സൂക്ഷ്മ ദൃഷ്ടി ഉണ്ടാക്കും. പിന്നെ ഈ പ്രമേഹ രോഗത്തിന് അഗ്രൗഷധമായി പറയുന്നതാണ് മേഘേഷു ധാത്രി നിശ എന്നാണ് പറയുക. മഞ്ഞളും നെല്ലിക്കയും കൂടി ദിവസേന കഴിച്ചാൽ പ്രമേഹം വരില്ല, വന്നാൽ പ്രമേഹം മാറും ചെയ്യും. അതാണ് നെല്ലിക്ക അത്ഭുതമായി പറയാം. പിന്നെ ഈ നെല്ലിയുടെ വേറൊരു ഉപയോഗം, നെല്ലിക്ക മാത്രമല്ല, നെല്ലിയുടെ ഈ ഇല, ശരീരത്തിലെ ഈ നീര് അല്ലെങ്കിൽ ചതവ് അതൊക്കെ ഉണ്ടെങ്കിൽ ഈ നെല്ലിയുടെ ഇല അരച്ചിട്ട് ഇങ്ങനെ പരട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ചതവും മാറും, നീരും മാറും. അപ്പോൾ ഈ കളിക്കുമ്പോഴൊക്കെ ഈ കുട്ടികൾ വലിയ ആൾക്കാരെ വീണ് കഴിഞ്ഞാൽ ഈ മസിലിന് ചതവുണ്ടാവും. എല്ലൊന്നും പൊട്ടിയിട്ടുണ്ടാവില്ല, ഈ ചതവുണ്ടെങ്കിൽ അവിടെ തന്നെ കല്ലിച്ച് കിടക്കും. അങ്ങനെയുള്ള കണ്ണിൽ വേദന സഹിക്കില്ല. അവിടെ ഈ നെല്ലിയുടെ ഇല അരച്ചങ്ങ് തേച്ച് കഴിഞ്ഞാൽ ആ വേദന പെട്ടെന്ന് നിൽക്കും, ആ കല്ലിപ്പ് മാറും ചെയ്യും.